മൈ ഡിയർ വ്യൂവേഴ്സ്, ട്രിപ്പിൾ ഏഞ്ചൽ ടാറോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, മറ്റെല്ലാം വിട്ടുകളയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇന്ന് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? മജിഷ്യനാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ 2 ഓഫ് കപ്പ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അത്രമാത്രം ബോണ്ടിങ് ആണ്. നിങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല. നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. അപ്പം ഒരുപാട് സ്നേഹം. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വ്യക്തിയുടെ ഓക്സിജൻ തന്നെ നിങ്ങളാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞിട്ടുള്ള ഒരു ഡേ പോലും കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ വ്യക്തിക്ക്. അത്രയും സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത്. അത്രത്തോളം സ്നേഹം, അത്രയും ആഴത്തിലുള്ളൊരു സ്നേഹം. നിങ്ങളെ ഒരു ദിവസം മാറിയിരിക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് നിങ്ങളെ വന്ന് കാണാനാണ് ചിന്ത പോകുന്നത്. അത്രയും നിങ്ങൾ തമ്മിലൊന്ന് ഒന്നായാൽ മതി, ഓടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് ഒരിക്കൽ എത്തിച്ചേർന്നാൽ മതി എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. പ്രശ്നം തേർഡ് പാർട്ടി ഉണ്ട്. അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണം. ഒരു തേർഡ് പാർട്ടി, കൺട്രോളായ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഭയങ്കര കൺട്രോളിങ്ങും സ്വാർത്ഥതയും ഉള്ളൊരു തേർഡ് പാർട്ടി. ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനും മാനിഫെസ്റ്റും എല്ലാം ചെയ്യുന്നുണ്ട്. സ്വപ്നങ്ങളിൽ നിങ്ങളെ മാത്രമാണ് ആ വ്യക്തി കാണുന്നത്. സീരിയസ് ആയ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂൺ ഓഫ് വൺസാണ് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടീൻ്റെ ഭീകരമായൊരു തേർഡ് പാർട്ടിയാണ്. ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത, മറ്റുള്ളവരെ വേദനക്കൊരു പ്രാധാന്യവും കൊടുക്കാത്തൊരു തേർഡ് പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണം. നിങ്ങൾക്ക് തമ്മിൽ ഒരു നിമിഷം പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളൊരു ബന്ധമാണ്. സോൾ ടു സോൾ കണക്ഷനാണ്. ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ നടുക്കും നിങ്ങൾക്ക് ഒട്ടും വിട്ടു നിൽക്കാൻ പറ്റില്ല. എന്നാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ബന്ധം വേണം. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തി. നിങ്ങളിൽ അത്രക്ക് തമ്മിൽ രണ്ടുപേരും അട്രാക്റ്റാണ്. നിങ്ങൾക്കിടയിലും വേറെ ആരെയും പറ്റില്ല. നിങ്ങൾ തന്നെ. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്കായി ജനിച്ചവരാണ്. ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി ജനിച്ചവരാണ്. ആ വ്യക്തിക്ക് അവരെ പറ്റുള്ളൂ. 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിച്ച് ജീവിച്ച് അതിൻ്റെ ബാക്കി ഭാഗം ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിതം എടുത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തേർഡ് പാർട്ടി നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. തേർഡ് പാർട്ടി ഭയങ്കര തന്ത്രശാലിയായ ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളറിയാത്ത നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വ്യക്തിനെ വേദനിപ്പിച്ചു. അതാണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അതാണ് നിങ്ങളോട് ചെയ്തു പോയത് ഓർത്തിട്ട് മനസ്സുകൊണ്ട് അങ്ങനെ മാപ്പ് പറയാം. എന്തോ അറിയാതെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം എന്നുള്ള അതാണ്. കമ്മിറ്റ് ആയാലും ആ വ്യക്തി ഒരിക്കലും വിട്ടുപോകില്ല. എന്തോ തമ്മിൽ തെറ്റിപ്പിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി. ഇതിന് ഇപ്പോൾ ഉള്ള ആ സെപ്പറേറ്റിൽ നിന്നൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി ആ വ്യക്തി എല്ലാ ഇതും മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് ആ വ്യക്തി. രണ്ടു പേരും അത്ര അട്രാക്റ്റാണ്. ആ വ്യക്തിക്ക് ഇമോഷണലി നിങ്ങളെ വേണം. വേറെ ഒരു ഇതും ചെയ്തിട്ടും ആ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റൂല. നിങ്ങളെ കിട്ടിയാലേ ആ വ്യക്തി പറ്റുള്ളൂ. ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അറിയാതെ തന്നെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും ഇൻറ്റ്യൂഷനിലൂടെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അത്രയും ഇമോഷണൽ ബോണ്ടിങ് വെരി സ്ട്രോങ് ആണ്. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ഓർമ്മ അവരെ മനസ്സിനെ അങ്ങനെ പെടയുന്നൊരു വേദനയാണ്. അവരുടെ മനസ്സ് മുറിഞ്ഞ് പെടയുന്ന ഒരു വെമ്പുന്ന മനസ്സുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അത് ക്യൂൺ ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. ആ തേർഡ് പാർട്ടി അല്ല നിങ്ങൾക്ക് ഇട്ടിട്ട് തരുന്നത്, നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് തെരിപ്പിക്കുക. അപ്പം നിങ്ങൾ തമ്മിൽ തെറ്റുമല്ലോ, അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു വേദന തമ്മിൽ തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം. അതാണ് തേർഡ് പാർട്ടി. അതിഭീകരമായൊരു തേർഡ് പാർട്ടിയാണ് കേട്ടോ. ആ വ്യക്തി നിങ്ങളെ വന്ന് കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി ചെയ്തു പോയതിനെ ഓർത്ത് കരയുന്നൊരവസ്ഥയാണ്. അത്രയും ആ വ്യക്തി മനസ്സുകൊണ്ട് തകർന്നു പോയൊരവസ്ഥയാണ് ആ വ്യക്തി. നിങ്ങളെ കുറിച്ചിട്ടുള്ളത് നല്ല മെമ്മറി മാത്രമേ ആ വ്യക്തിക്ക് ഓർക്കാനുള്ളൂ. ആ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അത്രയും തകർന്നൊരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. ഈ ക്യൂൺ ഓഫ് വാൺസ് എന്ന് പറഞ്ഞ ആ തേർഡ് പാർട്ടി നിങ്ങളെ തമ്മിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ എന്തോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്രയും മനസ്സ് തകർത്തി വിട്ടിട്ടുണ്ട് നിങ്ങളെ. അതാണ് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിൻ്റെ കാരണം. അതാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അത്ര കണ്ട് വേദന നിങ്ങളെ വ്യക്തിനെ കൊണ്ട് നിങ്ങൾക്ക് തെരിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തു പോയതിനെ ഓർത്തിട്ടാണ് ഈ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ വ്യക്തിനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത്രമാത്രം നിങ്ങളെ എന്തോ തേർഡ് പാർട്ടി നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളെ വ്യക്തിനെ മുന്നിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വേദന നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാണ് ഭയങ്കരമായിട്ട് വിഷമിക്കുക, സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും വേദന സഹിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 10 ഓഫ് പെൻറ്റിക്കിളാണ്. നല്ല സ്റ്റെബിലിറ്റി ആയിട്ട് നിങ്ങളെ അതേപോലെ നോക്കണം, നിങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിക്കണം എന്നെല്ലാം സ്വപ്നം കാണുന്ന വ്യക്തിയെ രാജകീയമായിട്ട് നിങ്ങളെ നോക്കണം. അത്രയും രാജകീയമായിട്ട് നിങ്ങളെ കൊണ്ട് നടക്കണം. ലോകം തേച്ചും ചുറ്റി അത്രയും സന്തോഷത്തോടു കൂടെ നിങ്ങളെയും കൊണ്ട് എല്ലാവരുടെയും കറങ്ങണം എന്നൊക്കെയുള്ള എല്ലാ അബണ്ടൻസോടും കൂടെ നിങ്ങളെ നോക്കണം എന്നല്ല ആ വ്യക്തി ഇങ്ങനെ സ്വപ്നം കാണാമെന്ന്. അടുത്തത് ഏസ് ഓഫ് സോഡാണ്. ഏസ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട്. ഇതെല്ലാം മറന്നിട്ട് ഇപ്പോൾ ചെയ്തു പോയതെല്ലാം മറക്കണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. അതിനെ ഓർക്കാൻ പാടില്ല. പുതിയൊരു തുടക്കം ആ വ്യക്തി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നല്ല മനഃശക്തിയോടുകൂടെ പറ്റിപ്പോയത് എല്ലാം മറന്നിട്ട് പുതിയൊരു തുടക്കം ആഴമുള്ളൊരു ബന്ധമാക്കി മാറ്റണം. നല്ല രീതിയിൽ പോകണം. ഇനി ഒരു തേർഡ് പാർട്ടീൻ്റെ കയ്യിലും നിന്ന് കൊടുക്കാൻ പാടില്ല. മറ്റുള്ള ശത്രുതയാണ് നിങ്ങളുടെ ബന്ധത്തിൽ. നിങ്ങൾ തമ്മിലുള്ള ആ ബോണ്ടിങ്ങും നിങ്ങൾ തമ്മിലുള്ള ആ മാച്ചിങ്ങും എല്ലാം കണ്ടിട്ട് തേർഡ് പാർട്ടീൻ്റെ ഭയങ്കര ദുഷിച്ച പ്രേയേഴ്സ്,
നിങ്ങളെ കൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളെ വ്യക്തിനെ തെറ്റിച്ച് വിട്ട്. അപ്പം നല്ല രീതിയിലാക്കി എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഏഴ്സ് ഓഫ് സോഡ് എല്ലാം നല്ല ഇതിലാക്കാൻ വേണ്ടി ആ വ്യക്തി എല്ലാവിധ പ്രയത്നവും ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ലൊരു അബണ്ടൻസായ ജീവിതമാണ് നിങ്ങൾക്ക് തരണം എന്ന് ആ വ്യക്തി. മറ്റൊരു സാധാരണ ജീവിതമൊന്നും തന്നാൽ പോരാ. പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ അത്ര രാജകീയമായ ജീവിതം നിങ്ങൾക്ക് തരണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആ വ്യക്തി എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. നിങ്ങളെ മുന്നിൽ ഒരിക്കൽ എത്തിപ്പെട്ടാൽ മതി എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം. അടുത്തത് കിങ് ഓഫ് സോഡാണ്. പവർഫുള്ളായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. അത്രയും സത്യസന്ധനായൊരു വ്യക്തിയാണ്. ആ വ്യക്തിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു എന്നേ പറയാണ്ടോ. ഒരു അത്രയും നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. ബന്ധം വീണ്ടും ഒരു നല്ല പഴയതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ചെയ്തതല്ല, ഇത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, ഞാനല്ല ഇതിൻ്റെ ആള് എന്നാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടീൻ്റെ നിങ്ങളെ അങ്ങനെ അത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ കാണുന്നത്. അടുത്തത് ഫോർ ഓഫ് സോഡാണ്. ആ വ്യക്തി അങ്ങനെ അത്രക്ക് ഇതായിട്ട് ആ വ്യക്തി കഴിഞ്ഞു പോയ നിങ്ങളോട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിലെല്ലാം ആ വ്യക്തി ഇങ്ങനെ കിടന്ന് ഉറക്കം വരാതെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താണ് ഇതിനെല്ലാം ഇങ്ങനെയെല്ലാം പറ്റിപ്പോയത് എന്നെല്ലാം പറഞ്ഞ് ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അത്രമാത്രം വിഷമിക്കുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. എൻ്റെ വ്യക്തിനെ ഞാൻ ഇത്രയും ചെയ്തു പോയല്ലോ, ഇത്രമാത്രം സ്നേഹിച്ചിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് തേർഡ് പാർട്ടി നിങ്ങൾ രണ്ടുപേരെയും തേർഡ് പാർട്ടി കൈകാര്യം ചെയ്തത് ആ രൂപത്തിലാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. എന്ത് തന്നെയാലും ആക്ഷൻ എടുത്തിട്ട് ആ വ്യക്തി വരും. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം നിങ്ങളെ വെറുപ്പിച്ച് വിട്ടിന്. അതാണ് ആ വ്യക്തി എല്ലാം തകർന്ന അവസ്ഥയിൽ ആ വ്യക്തി ഉറങ്ങാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. അടുത്തത് കിങ് ഓഫ് പെൻഡിക്കലാണ്. കിങ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ധനികനായിട്ട് നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും ഉള്ളൊരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്ന് ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു. അത്രയും അബണ്ടൻസായിട്ട് നിങ്ങളെ കൊണ്ട് നടക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം വിജയിച്ച് എത്തിച്ചേരും എന്ന് ആ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്ന. അടുത്തത് നൈറ്റ് ഓഫ് കപ്പാണ്. നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത്രയും വാത്സല്യമുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളോട് വാത്സല്യം നിറഞ്ഞൊരു സ്നേഹമാണ്, ഒരു കുഞ്ഞിനെ തരുന്ന പോലത്തെ ഒരു സ്നേഹമാണ് ആ വ്യക്തി നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ട് നടക്കണം. അത്രയും ഓമനിച്ച് നിങ്ങളെ നോക്കണം എന്നല്ല ആ വ്യക്തി ഇങ്ങനെ സ്വപ്നം കാണുന്നു. അടുത്തത് മജീഷ്യൻ. ആ വ്യക്തി അത്രയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടി. വിൽ പവറോടുകൂടെ നിങ്ങളിലേക്ക് എൻഡായി പോകാൻ വിടില്ല, നല്ല ബോണ്ടിങ് വരാൻ വേണ്ടിയിട്ട് എല്ലാ ഇതും ആ വ്യക്തി ചെയ്യുന്നുണ്ട്. നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണി എല്ലാ വ്യക്തി ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. എന്ത് മിറാക്കിൾ സംഭവിച്ചിട്ടായാലും പഴയതുപോലെ ആക്കി എടുക്കണം എന്നാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു കാർഡ് കൂടി എടുത്തോക്കട്ടെ. നിങ്ങൾ പിരിഞ്ഞു പോയപ്പം ആ വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. ആ വ്യക്തിയുടെ ഹെൽത്തും ആ വ്യക്തിയുടെ എല്ലാം നശിച്ചത്. അപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലായത്. നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയത് മുതൽക്ക് ആ വ്യക്തിയുടെ അവസ്ഥയായത്. അതുവരെ എല്ലാ അബണ്ടൻസോടും കൂടെ കഴിഞ്ഞ വ്യക്തി നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടുമുട്ടിയത് മുതൽക്ക് അബണ്ടൻസാണ്. നിങ്ങൾ പിരിയുമ്പോഴുള്ള അവസ്ഥ ഇത്. അതാണ് ഈ 2 ഓഫ് കപ്പിൻ്റെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ പ്രത്യേകത. അതാണ് തമ്മിൽ കണ്ടുമുട്ടിയ അന്ന് തൊട്ടിട്ട് ഗ്രോത്ത്, രണ്ടുപേർക്കും ഗ്രോത്ത് ആയിരിക്കും.
തമ്മിൽ പിരിയുമ്പോഴത്തേക്ക് സഡൻ ആക്സിഡൻറ്റ് സംഭവിക്കും, നെഗറ്റീവായി എല്ലാം സംഭവിക്കും. പിന്നെ ഉള്ളത് അതാണ് ഈ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത. യു ലെഫ്റ്റ് യു ബിഫോർ യു കുഡ് ലിവ് മീ. നീ എന്നെ വിട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിട്ടുപോകും. ഐ ഫീൽ യു ലിവിങ് മീ ബിഹൈൻഡ്. നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഐ ഫീൽ യു ഈവൻ ദോ വി ആർ അപ്പാർട്ട്. നമ്മൾ പിരിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരും. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ്. എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ടൈമിങ് ജസ്റ്റ് വാണ്ട് റൈറ്റ് ഫോർ അസ്. കുറച്ച് നേരത്തേക്ക് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. രോഹിണി ജൂലൈ. ട്വിൻ ഫ്ലെയിം ഉത്രട്ടാതി. ചിത്ര ബി. കോട്ടയം ഒ. ആർ അനിഴം. അക്കൗണ്ടൻ്റ് രേവതി. ട്വിൻ ഫ്ലെയിം ഊരാടം. ഒക്ടോബർ പൂരം. കണ്ണൂർ ബി. എഫ് ചോതി. ഫെബ്രുവരി പുണർദം. വിശാഖം കെ. ആലപ്പുഴ എസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇതാർക്കെല്ലാം റെസിനേറ്റ് ആവുന്നു എന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.